എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. വേദമന്ത്രങ്ങൾ അറിവിൻ്റെ നിറകുടങ്ങളാണെങ്കിൽ ആ അറിവിൻ്റെ ശബ്ദം കേൾക്കുന്ന ശൂദ്രൻ്റെ കാതിൽ ഈയം ഉരുക്കിയൊഴിക്കണമെന്ന നിറികേടിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ബഹുദൂരം മുന്നേറിയ സാംസ്കാരിക കേരളത്തിൻ്റെ നവോത്ഥാന കാഴ്ചപ്പാടിൽ അറിവും അക്ഷരവും ഓരോ പൗരൻ്റെയും അവകാശമാണെന്ന് കുറിക്കപ്പെടുന്ന ഭരണഘടനാ തത്വങ്ങളുടെ കരുത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. നൊബേൽ സമ്മാനം ലഭിച്ച ജർമ്മൻ സാഹിത്യകാരനാണ് ഹെർമൻ ഹെസ്സെ. 1877 ജൂലൈ 2 അദ്ദേഹം ഭൂജാതനായി. പ്രൊഡിറജി, ഡീമിയൽ, സ്റ്റീഫൻ വൂൾഫ് എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഔപചാരികമായി വിദ്യാഭ്യാസം ഒട്ടും തന്നെ ലഭിക്കാതിരുന്നിട്ടും അസാധാരണമായ ചിന്താമാധുര്യമുള്ള കവിതകളും നോവലുകളും അദ്ദേഹം എഴുതി. ഹെസ്സെയുടെ ഭാരതവുമായുള്ള ബന്ധം മലയാളികളെ ആവേശഭരിതമാക്കുക തന്നെ ചെയ്യും. മലയാള ഭാഷയ്ക്കും പത്രപ്രവർത്തനത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ചെറുമകൻ കൂടിയായിരുന്നു ഹെർമൻ ഹെസ്സെ. 1962 ഓഗസ്റ്റ് മാസം ഹെർമൻ ഹെസ്സെ അന്തരിച്ചു. നമുക്ക് സിദ്ധാർത്ഥയിലേക്ക് ഒരു ബാഹ്യഗമനം നടത്താം. ഗൗതമ ബുദ്ധൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണകുമാരനാണ് നമ്മുടെ കഥാനായകനായ സിദ്ധാർത്ഥൻ. ഭക്തിയും പൂജയും മന്ത്രവുമായി കഴിഞ്ഞിരുന്ന ഒരു പണ്ഡിതൻ്റെ പുത്രനായിരുന്നു അവൻ. അസാധാരണമായ ബുദ്ധിശക്തിയും കറകളഞ്ഞ അച്ചടക്കവും അവന് വേണ്ടുവോളം ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു ഗോവിന്ദൻ. ഗുരുക്കന്മാരും അച്ഛനുമൊക്കെ പറഞ്ഞു കൊടുത്തത് സിദ്ധാർത്ഥൻ വളരെ വേഗം പഠിച്ചു. അധികം താമസിയാതെ അവന് ഒന്നും പറഞ്ഞു കൊടുക്കാനില്ലാതെ ആ പ്രിയപ്പെട്ടവരൊക്കെ വിഷമിച്ചു. അവൻ്റെ അറിയാനുള്ള ഉത്കടമായ താല്പര്യം ഒരിക്കലും അവസാനിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ കുറേ സന്യാസിമാർ സിദ്ധാർത്ഥൻ്റെ പട്ടണത്തിലൂടെ കടന്നുപോയി. മെലിഞ്ഞുണങ്ങി മിക്കവാറും നഗ്നരായ അവരെ പിന്തുടരുവാൻ സിദ്ധാർത്ഥൻ ആഗ്രഹിച്ചു. വളരെ പണിപ്പെട്ട് പിതാവിൻ്റെ അനുവാദം വാങ്ങി അവൻ സന്യസിക്കാനായി യാത്രയായി. ഉറ്റ തോഴൻ ഗോവിന്ദനും അവനെ അനുഗമിച്ചിരുന്നു. അവർ രണ്ടുപേരും സന്യസിച്ചു. മുഖ്യ സന്യാസിയിൽ നിന്നും സിദ്ധാർത്ഥൻ വളരെ വേഗം കാര്യങ്ങൾ പഠിച്ചു. ഉപവാസം അവൻ്റെ ശരീരത്തെ ഉണക്കിക്കളഞ്ഞെങ്കിലും അത് അവന് ശക്തി നൽകി. പല ലോകതത്വങ്ങളും അറിവും അവന് ലഭിച്ചു. പക്ഷേ അതൊക്കെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന അറിവുകൾ മാത്രമായിരുന്നു. പരമമായ വിജ്ഞാനം അവിടെ ലഭിക്കില്ല എന്ന് സിദ്ധാർത്ഥന് മനസ്സിലായി. ഒരിക്കൽ അദ്ദേഹം ഗൗതമ ബുദ്ധനെക്കുറിച്ച് കേട്ടു. ഒടുവിൽ ഗോവിന്ദനോടൊപ്പം അവൻ സന്യാസിമാരെ ഉപേക്ഷിച്ച് ഗൗതമ ബുദ്ധനെ തിരഞ്ഞു പോയി. ശ്രാവസ്തി എന്ന പട്ടണത്തോട് ചേർന്നുള്ള ജേതവനം എന്ന ഉദ്യാനത്തിലാണ് ബുദ്ധൻ പാർത്തിരുന്നത്. ധാരാളം ഭിക്ഷുക്കളും ഭക്തരും അവിടെ ഉണ്ടായിരുന്നു. ഗൗതമൻ്റെ ഉപദേശങ്ങൾ കേട്ട് മറ്റു പലർക്കുമൊപ്പം ഗോവിന്ദനും ഭിക്ഷുവായി തീർന്നു. പക്ഷേ സിദ്ധാർത്ഥൻ ബുദ്ധനെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിച്ചു. പരമമായ ജ്ഞാനമാണ് എനിക്ക് വേണ്ടത്. അതാരും ആർക്കും പറഞ്ഞു കൊടുക്കാനാകുന്നതല്ല. അങ്ങേക്കും അത് സ്വയം സിദ്ധിച്ചതാണ്. ഞാനത് തിരഞ്ഞു പോകുന്നു. ബുദ്ധനോട് ഇത്രയും പറഞ്ഞ് ആശീർവാദവും വാങ്ങി സിദ്ധാർത്ഥൻ അവിടെയും വിട്ടുപോയി. ഭൂമിയിലുള്ളതൊക്കെ ഈശ്വര ചൈതന്യമാണെന്ന് അവന് തോന്നി. അതിനാൽ ഒന്നും വെറുക്കപ്പെടേണ്ടതല്ല, ഒന്നും മായയല്ല, താൻ തന്നെയാണ് സത്യം, തനിക്ക് തോന്നുന്നതാണ് ശരി. അയാൾ സന്യാസം ഉപേക്ഷിച്ചു. കമല എന്ന ദേവദാസിക്കൊപ്പം അയാൾ താമസിക്കാൻ തുടങ്ങി. കാമസ്വാമി എന്ന വ്യാപാരിയോടൊപ്പം ജോലി ചെയ്ത് ചൂത് കളിച്ച് വീഞ്ഞു കുടിച്ച് എല്ലാം പഠിക്കുകയായിരുന്നു സിദ്ധാർത്ഥൻ. ഒന്നിലും വീണുപോകരുതേ എന്നവൻ ആശിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. പിഴച്ചവനായി കുടിയനും ചൂതുകളിക്കാരനുമായി, പണക്കൊതിയനും അഹങ്കാരിയുമായി അവൻ. ഒടുവിൽ സിദ്ധാർത്ഥൻ എല്ലാം ഉപേക്ഷിച്ച് അപ്പോഴേക്കും കമലയിൽ അയാൾക്ക് ഒരു പുത്രൻ ജനിച്ചിരുന്നു. തൻ്റെ അന്വേഷണങ്ങൾ പിഴച്ചു എന്ന് സിദ്ധാർത്ഥൻ മനസ്സിലാക്കി. അയാൾ വീണ്ടും കാട്ടിലേക്ക് പോവുകയാണ്. അവിടെ പ്രകൃതിയുടെ പാഠം പഠിക്കുവാൻ ഒരു വഞ്ചിക്കാരനായി പുഴയിൽ നിന്ന് പല പുതിയ പാഠങ്ങളും അയാൾ പഠിച്ചു. അയാൾ വൃദ്ധനായി. ഒരിക്കൽ കമലയും മകനും പുഴക്കടവിലെത്തുന്നു. പാമ്പുകടിയേറ്റ് സിദ്ധാർത്ഥൻ്റെ മടിയിൽ കിടന്ന് അവൾ മരിച്ചു. അധികം താമസിയാതെ മകൻ അയാളെ ഉപേക്ഷിച്ചു പോകുകയാണ്. ഒടുവിൽ തൻ്റെ ബാല്യകാല സുഹൃത്ത് ഗോവിന്ദനെ സിദ്ധാർത്ഥൻ കണ്ടുമുട്ടുന്നു. ബുദ്ധഭിക്ഷുവായ അയാൾക്ക് മോക്ഷം ലഭിച്ചിട്ടില്ല. സിദ്ധാർത്ഥൻ ഗോവിന്ദനെ ഉപേക്ഷിച്ചു. സ്നേഹമാണ് സത്യം, കാലം എന്നൊന്നില്ല.
മോക്ഷം പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്ന് തന്നെയാണ് വന്ന് നിറയേണ്ടത്. സിദ്ധാർത്ഥനെ ഒരു തേജസ് പൊതിഞ്ഞിരുന്നു. അത് ഗൗതമ ബുദ്ധനിൽ മാത്രമേ ഗോവിന്ദൻ കണ്ടിട്ടുള്ളൂ. വൃദ്ധനെങ്കിലും ശാന്തി നിറഞ്ഞ സിദ്ധാർത്ഥൻ്റെ പാദങ്ങളിൽ വീണ് ഗോവിന്ദൻ പ്രണമിച്ചു. ഇവിടെ കഥ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.